അതിർത്തിയിൽ വെടിയൊച്ചകൾ നിലച്ചു. ഇരു രാജ്യങ്ങൾക്കിടയിലും ഉടലെടുത്ത സംഘർഷങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് വികസിക്കാതെ ഈ നിലയ്ക്ക് ഒതുങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് നമ്മളെല്ലാവരും. ഇപ്പോഴും പൂർണ്ണമായും സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാനായിട്ടില്ല. സേനകളുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് 2-ാം മണിക്കൂറിൽ അത് ലംഘിച്ച പാകിസ്ഥാനെ ഇന്ത്യ കരുതിയിരിക്കുക തന്നെ വേണം. അതിരുകടക്കുന്ന ഭീകരതയ്ക്കെതിരെയും അങ്ങേയറ്റം ജാഗ്രത വേണം. എങ്കിലും നിർത്താത്ത വെടിയൊച്ചകൾ അവസാനിച്ചിരിക്കുന്നു. ഷെല്ലാക്രമണങ്ങൾക്ക് അറുതിയായിരിക്കുന്നു. ഇന്ന് ന്യൂസ് പ്ലസ് ചർച്ചാ വിഷയം ഇതാണ്: വെടിയൊച്ച നിലച്ചു, ഇനി എന്ത്? യുക്രൈൻ, ഗാസ, യമൻ, സിറിയ അടക്കമുള്ള യുദ്ധഭൂമികളിൽ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്ത അനുഭവ സമ്പത്തുള്ള മുതിർന്ന മാധ്യമപ്രവർത്തക അഞ്ജന ശങ്കറാണ് അതിഥിയായി തത്സമയം ചേരുന്നത്. അഞ്ജന, സ്വാഗതം. വളരെ കുറഞ്ഞ കാലത്തേക്കാണെങ്കിൽ പോലും വളരെ സംഘർഷഭരിതമായ തീക്ഷ്ണമായ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ അതിജീവിച്ചത്. ഇനി നമുക്ക് കാര്യങ്ങളൊന്ന് സ്വയം വിലയിരുത്താം എന്ന് തോന്നുന്നു. ഈ കാലഘട്ടത്തെ, ഈ ഒരു അസാധാരണമായ സാഹചര്യത്തെ നമ്മുടെ രാജ്യം, സൈന്യം, രാഷ്ട്രീയ നേതൃത്വം, പ്രതിപക്ഷങ്ങൾ, മാധ്യമങ്ങൾ, പൗരന്മാർ എങ്ങനെയാണ് നേരിട്ടത് എന്ന്, അതിൽ എന്താണ് അഞ്ജനയ്ക്ക് തോന്നുന്നത്? ആദ്യം നമ്മുടെ ഭരണ സംവിധാനങ്ങളെയും നമ്മുടെ നേതൃത്വത്തെയും സൈന്യത്തെയും ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെയും ഒക്കെ വിലയിരുത്തിയാൽ എന്താണ് അഞ്ജനയ്ക്ക് ആ വിഷയത്തിൽ നിരീക്ഷിക്കാനാവുക? നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. കാരണം ചർച്ചയുടെ ക്യാപ്ഷൻ പറഞ്ഞതുപോലെ വെടിനിർത്തലുകൾ അല്ലെങ്കിൽ വെടിയുച്ചകൾ നിന്നെങ്കിലും ഇനി എന്താണ് നമ്മളുടെ രാജ്യം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഈ ഒരാഴ്ചയിൽ ഇതുവരെ നമ്മളുടെ രാജ്യം അടുത്ത കാലത്തൊന്നും നേരിടാത്തൊരു സംഘർഷഭരിതമായ ഒരു സിറ്റുവേഷനിൽ അത് നമ്മൾ എങ്ങനെ നേരിട്ടു എന്നുള്ളതിന്റെ ഒരു അവലോകനം ഐ തിങ്ക് എപ്പോഴും നല്ലതായിരിക്കും നമ്മൾ മുന്നോട്ട് ചുവട് വെക്കുന്നതിന് മുമ്പ്. ആദ്യമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മളുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടീസ് രാജ്യത്ത് ഇത്രയും വലിയൊരു സംഘർഷം വന്നപ്പോൾ എങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കണം, ആ ഐക്യത്തിന്റെ ശക്തി എന്താണ് എന്ന് രാജ്യത്തിനു മുഴുവനും മാത്രമല്ല നമ്മളുടെ അയൽ രാജ്യങ്ങൾക്കും അതുപോലെ ലോകത്തിനു മുമ്പെല്ലാം തുറന്നു വെച്ച ഒരു നല്ലൊരു മാതൃകാപരമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു. ആദ്യം എടുത്തു പറയേണ്ടത്, ഐ വുഡ് ലൈക്ക് ടു സേ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴും രാഷ്ട്രീയപരമായി പല വ്യത്യാസങ്ങളും ക്രിറ്റിസിസങ്ങളും ഒക്കെ നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള വ്യക്തിയാണ്. എപ്പോഴും ഫോട്ടോ ഓപ്പർച്യൂണിസ്റ്റ് ആണെന്നും ജിങ്കോയിസ്റ്റ് ആണെന്നും 56 ഇഞ്ച് ചെസ്റ്റിന്റെ ഉടമയെന്ന് ചെസ്റ്റ് ബീറ്റിംഗ് നടത്തുന്ന പ്രധാനമന്ത്രിയാണ്. വളരെയധികം ക്രിറ്റിസിസം നേരിട്ടിട്ടുള്ള ഒരു പ്രധാനമന്ത്രി. പക്ഷെ ഈ ഒരു സമയത്ത് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്കൽ ഗ്രാൻഡ് സ്റ്റാൻഡിങ് ഒന്നുമില്ലാതെ, ജിങ്കോയിസം ഒന്നുമില്ലാതെ താൻ ശക്തനായ ഒരു സ്റ്റേറ്റ്സ്മാൻ ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തരത്തിൽ പൂർണ്ണമായുള്ള സ്വാതന്ത്ര്യം സേനകൾക്ക് നൽകിക്കൊണ്ട് ആ എൻറ്റയർ ഷോ റൺ ചെയ്യാൻ നമ്മളുടെ സേനകൾക്ക് നൽകിക്കൊണ്ട് അദ്ദേഹം ഹി ടുക്ക് എ ബാക്ക് സീറ്റ്. ഐ തിങ്ക് ദാറ്റ് ഗേവ് എ വെരി ഗുഡ് മെസ്സേജ്. രണ്ടാമതായി നമ്മൾ എടുത്തു പറയേണ്ടത്, പല ചർച്ചകളിലും കഴിഞ്ഞ പല വർഷങ്ങളായി നമ്മളുടെ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ കലുഷിതമാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഒന്നിച്ച് രാജ്യത്തിന് പിന്നിൽ, ഒന്നിച്ച് ഗവൺമെന്റിന് പുറകിൽ ഒറ്റക്കെട്ടായി നിന്നത് ഐ തിങ്ക് ഇറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അഞ്ജന, അപ്പോഴും നമ്മൾ ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന എല്ലാവരും തന്നെ വളരെ ഗംഭീരമായി സിറ്റുവേഷനെ കൈകാര്യം ചെയ്തു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് എനിക്കുമുള്ളത്. അഞ്ജന പറയുന്ന ആ കാര്യത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ: ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ഇവിടെ വിക്രം മിശ്രയാണ്. അത് തീവ്ര ദേശീയവാദികൾ എന്നുള്ള ഒരു മേൽച്ചട്ട സ്വയം എടുത്ത് അണിയുന്ന ഒരാളാണ്. വിക്രം മിശ്രയെ പോലെ ഒരാൾ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോലും ആക്രമിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇരയായ ഹിമാൻഷി ആക്രമിക്കപ്പെടുന്നത് കണ്ടു, ആരതി ആക്രമിക്കപ്പെടുന്നത് കണ്ടു. അത് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? നമ്മൾ തിരിഞ്ഞു നോക്കണം എന്ന് പറഞ്ഞതിൽ നമ്മൾ സ്വയമായി അവലോകനം ചെയ്യേണ്ട വലിയൊരു കാര്യം എനിക്ക് തോന്നുന്നത്,
നമ്മൾ ഇത്ര വലിയ യുദ്ധക്കൊതിയന്മാരാണോ എന്ന് നമ്മൾ തീർച്ചയായും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളിലും സോഷ്യൽ മീഡിയകളിലും എന്തിനും മീഡിയ ചാനലുകളിൽ വരെ നമുക്ക് ഇത്രയും വലിയൊരു യുദ്ധക്കൊതി ഉണ്ടോ എന്നുള്ളത് എന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പല ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള യുദ്ധങ്ങൾ നടത്തുന്ന കെടുതികളെല്ലാം നേരിൽ കാണുകയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു ലാംഗ്വേജിൽ നിന്ന് മനസ്സിലായത് യുദ്ധം എന്താണെന്നും യുദ്ധം നമുക്ക് വരുത്തി വെക്കാവുന്ന വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കെടുതികൾ എന്താണെന്ന് യാതൊരു ഐഡിയയും ഇല്ലാത്ത പല ആളുകളുമാണ് യുദ്ധത്തിനു വേണ്ടി ആക്രോശിക്കുന്നത്, യുദ്ധം ഒരു ആഘോഷമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ യുദ്ധം ഒരു വീഡിയോ ഗെയിം ആണെന്ന് കരുതി അതിനുവേണ്ടി ആർത്തലയ്ക്കുന്ന ഒരു ജനവിഭാഗത്തെ തീർച്ചയായും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നു ഈ സീസ് ഫയർ ഉണ്ടായതിനു ശേഷം ഇനി ലെറ്റ്സ് ഹോപ്പ് ദ സീസ് ഫയർ വിൽ ഹോൾഡ്. പക്ഷെ ഇനിയുള്ള അടുത്ത നാളുകളിൽ നമ്മൾ നടത്തേണ്ട എസ്പെഷ്യലി LOC പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന ജനങ്ങൾ, ജീവൻ നഷ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ വലിയ വലിയ കുരുതി കൊടുക്കേണ്ട വന്ന ജനസമൂഹത്തിന്റെ പച്ചയായ ചിത്രങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ വരച്ച് കാണിക്കേണ്ട ഒരു അത്യാവശ്യ അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം യുദ്ധം എന്താണെന്ന് അതിന്റെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എങ്കിലും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഈ യുദ്ധക്കൊതി നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ യുദ്ധക്കൊതിക്കപ്പുറം നമ്മളുടെ ഏറ്റവും വലിയ രാജ്യസ്നേഹികളായുള്ള ഈ വളരെ സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസിനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കറക്റ്റായി പ്രസ് കോൺഫറൻസ് തരികയും ഗവൺമെന്റിന്റെ മെസ്സേജിങ് പബ്ലിക്കിലോട്ടും മീഡിയയിലും എത്തിച്ചിരുന്ന ഒഫീഷ്യൽസിനെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സൈബർ ആക്രമണം നടക്കുന്നത്. ഇതൊരു പുതിയ കാര്യമല്ല. പക്ഷെ ഈ ഒരു യുദ്ധ സമയത്ത്, ഇങ്ങനെ ഒരു സംഘർഷ സമയത്ത് ഇങ്ങനെയുള്ള ഫോൾട്ട് ലൈൻസ് നമ്മുടെ രാജ്യത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തീർച്ചയായും നമ്മൾ തിരിഞ്ഞു ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. ഇവിടെ നമ്മുടെ ഭരണ സംവിധാനം, സൈന്യം, ഗവൺമെന്റ് ഇവരെല്ലാം വളരെ ഉത്തരവാദിത്തത്തോടെ പ്രതികരിച്ചു എന്ന വിലയിരുത്തൽ നടത്തുമ്പോഴും നമുക്ക് മാധ്യമങ്ങളെ പ്രതി അങ്ങനെ അഭിമാനിക്കാൻ വകയുണ്ടോ? പല മാധ്യമങ്ങളും വളരെ ഒരു ജിങ്കോയ്സ് ലൈനിലേക്ക് നീങ്ങുന്നതും അതിതീവ്ര ദേശീയത ഉദ്ഘോഷിക്കുന്നതും യുദ്ധത്തിന് വേണ്ടി ആക്രോശിക്കുന്നതും നമ്മൾ കണ്ടു. അത് പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ നമ്മൾ കണ്ടു. അതിൽ ചുരുക്കം ചില മലയാള മാധ്യമങ്ങളും അത്തരത്തിൽ വിമർശിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അഞ്ജനയ്ക്ക് എന്താണ് ഈ ഇവിടുത്തെ യുദ്ധ റിപ്പോർട്ടിംഗ് കണ്ടപ്പോൾ തോന്നിയത്? ചുരുക്കം ചില മാധ്യമ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് മനസ്സിലായത് മിക്കവാറും മാധ്യമ സ്ഥാപനങ്ങൾ മലയാളത്തിലായാലും നമ്മുടെ മറ്റു റീജിയണൽ ലാംഗ്വേജസിലായാലും ഈവൻ ചില നാഷണൽ ചാനലുകൾ വരെ വിത്ത് എ ഫ്യൂ എക്സെപ്ഷൻസ് നടത്തിയ എങ്ങനെ യുദ്ധ റിപ്പോർട്ടിംഗ് നടത്തരുത്, അല്ലെങ്കിൽ ഒരു വാർ റിപ്പോർട്ടിംഗ് എങ്ങനെ ചെയ്യരുത് എന്നതിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആണ് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത് എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയത്. കാരണം ഏറ്റവും അധികം സംയമനം പാലിച്ചുകൊണ്ട് ഏറ്റവും റെസ്പോൺസിബിളായി പത്രപ്രവർത്തനം നടത്തേണ്ട ഒരു സമയമാണല്ലോ ഒരു യുദ്ധം. കാരണം നമ്മൾ പുറത്തുവിടുന്ന ഓരോ പീസ് ഓഫ് ഇൻഫർമേഷനും വലിയ പ്രത്യാഘാതങ്ങളാണ്. അത് മിലിറ്ററി ലെവലിലാണെങ്കിലും അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു പാനിക് സൃഷ്ടിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന പ്രതീതിയിലാണ് പല ആങ്കേഴ്സും അല്ലെങ്കിൽ നമ്മുടെ TV-യിലുള്ള പ്രസന്റേഷൻസ്. ഐ ഡോണ്ട് നോ, നമ്മൾ ഈ വാറിനെ ഇത്രയധികം കളർഫുള്ളായി ചിത്രീകരിച്ച് അല്ലെങ്കിൽ ഒരു TRPക്ക് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാക്കി മാറ്റിയത് ഇന്ത്യ പോലെയുള്ള വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു മീഡിയ ലാൻഡ്സ്കേപ്പ് ഉള്ള വളരെ കരുത്തുറ്റൊരു ലാൻഡ്സ്കേപ്പ് എന്ന് നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു രാജ്യത്ത് ഈവൻ ഇന്റർനാഷണൽ തലങ്ങളിൽ വരെ ഇന്ത്യൻ മീഡിയ എങ്ങനെ ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് റിപ്പോർട്ട് ചെയ്തു എന്നത് ചർച്ചാ വിഷയമായി എന്നുള്ളത് നമുക്ക് വളരെ ലജ്ജാകരമായ ഒരു കാര്യം തന്നെയാണ്. സുരക്ഷാ വീഴ്ചകൾ സംബന്ധിച്ചും ഇടയ്ക്ക് അഞ്ജന സമൂഹ മാധ്യമത്തിലൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് കണ്ടിരുന്നു. റിപ്പോർട്ടേഴ്സ് അവിടെ കൈക്കൊള്ളേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും കൈക്കൊള്ളുന്നില്ല എന്ന വിമർശനമൊക്കെ ഇടയ്ക്ക് ഉയർത്തുന്നത് കണ്ടിരുന്നു അഞ്ജന.
അതെ, തീർച്ചയായും. കാരണം യുദ്ധം യുദ്ധം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും റിസ്കി ആയി ചെയ്യുന്ന ഒരു അസൈൻമെന്റ് ആണ് വാർ റിപ്പോർട്ടിംഗ്. അതൊരു പല റിപ്പോർട്ടിങ്ങുകളും പല റിസ്കുകൾ ഉണ്ടെങ്കിലും നമ്മളുടെ ജീവൻ ഏത് സമയത്തും എന്ത് അപകടവും സാധിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ റിപ്പോർട്ടിങ്ങിന് പോകുന്നത്. ഇപ്പൊ ഞാൻ കണ്ട ഒന്നോ രണ്ടോ വിഷ്വൽസിൽ പ്രസ് ആണ് അല്ലെങ്കിൽ നമ്മൾ മാധ്യമ പ്രവർത്തകരാണ് എന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു ലേബൽ പോലും ഇല്ലാത്ത ഒരു ജാക്കറ്റോ ഒരു ഷർട്ടോ ധരിക്കാതെയുള്ള റിപ്പോർട്ടിംഗ്. അതുപോലെ മീറ്ററുകൾക്ക് അപ്പുറത്ത് ഗ്രനേഡ് ഷെല്ലിംഗ് നടക്കുകയാണെന്ന് ലൈവായി റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകരെ കാണുമ്പോൾ ശരിക്കും ഞെട്ടലാണ് എനിക്ക് ഉണ്ടായത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യേക തരത്തിലുള്ള ട്രെയിനിങ്, ഹോസ്റ്റൈൽ എൻവയോൺമെന്റിൽ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, ഗ്രനേഡ് അറ്റാക്കുകൾ ഉണ്ടായാൽ, ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കാർ ആർട്ടിലറി ഷെല്ലിങ്ങിൽ അകപ്പെട്ടാൽ ഇങ്ങനെയെല്ലാം എങ്ങനെ പ്രതികരിക്കണം, എന്ത് ചെയ്യാം എന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള വളരെ പ്രൊഫഷണൽ ട്രെയിനിങ് എടുത്തതിന് ശേഷമാണ് ലോകമെമ്പാടുമുള്ള മാധ്യമ പ്രവർത്തകർ നിങ്ങൾ കാണുന്ന പല വാർ സോണിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊന്നുമില്ലാതെ സ്വന്തം ജീവനെ അപകടപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടിംഗ് തീർച്ചയായും ഇനിയെങ്കിലും, ഇത് ചിലപ്പോൾ ഗോഡ് ഫോർബിഡ് നമ്മുടെ അവസാനത്തെ യുദ്ധമാണെന്ന് പ്രതീക്ഷിക്കാം, ബട്ട് ഇഫ് നോട്ട്, എനിക്ക് തോന്നുന്നു എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ദേ ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ ടു പ്രോപ്പർ ട്രെയിനിങ്, പ്രോപ്പർ സേഫ്റ്റി എന്ത് ചെയ്യാൻ പാടില്ല. അത് ഗ്രൗണ്ടിലുള്ള റിപ്പോർട്ടിംഗ് ആണെങ്കിലും സ്റ്റുഡിയോയിൽ നിന്നുള്ള റിപ്പോർട്ടിങ്ങിലാണെങ്കിലും അങ്ങനെ പ്രത്യേകം ഒരു ഗൈഡ് ലൈൻ നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോഴെങ്കിലും തയ്യാറാക്കേണ്ടതാണ്. അത് ഫോളോ ചെയ്യാൻ ഇനി ഭാവിയിലെങ്കിലും ശ്രമിക്കേണ്ടതാണ്. ബിക്കോസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അപ്ഹോൾഡ് അവർ പ്രൊഫഷണലിസം. അഞ്ജന, മറ്റൊരു കാര്യം, ഈ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ തന്നെ ചോദിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിച്ചു എന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ചും അവിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് നമ്മൾ ഇതുവരെയും ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. അതിന് പകരമാണ് ഈ അതിദേശീയത ആഘോഷിക്കുന്നത്, യുദ്ധത്തിന് വേണ്ടി ആക്രോശിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അവിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചോ അവിടുത്തെ ഭീകരവാദികൾ ഈ ആളുകളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് എങ്ങോട്ട് ഓടിപ്പോയി എന്നതിനെക്കുറിച്ചോ ഉത്തരവാദിത്തപ്പെട്ട ഒരു മീഡിയയും കാര്യമായ ചോദ്യങ്ങൾ ഉയർത്തുന്നില്ല. പക്ഷേ അതിനൊരു കാരണമുണ്ട്. രാജ്യം ഒരു വലിയ ഒരു വിപത്തിനെ നേരിടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ് പെഹൽഗാം അറ്റാക്കിൽ വളരെ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള രീതിയിലുള്ള തീവ്ര ആക്രമണം നടന്നത്. പക്ഷെ അതിനുശേഷം ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മളുടെ പ്രയോറിറ്റി, മീഡിയയുടെ ആണെങ്കിലും രാഷ്ട്രീയക്കാരുടെ ആണെങ്കിലും നമ്മുടെ ആംഡ് ഫോഴ്സസിന്റെ ആയാലും, പ്രയോറിറ്റി വാസ് ടു മേക്ക് ഷുവർ നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി കോംപ്രമൈസ്ഡ് ആവാതെ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ എന്നുള്ളതായിരുന്നു നമ്മളുടെ പ്രയോറിറ്റി. സോ ഐ തിങ്ക് വി ഡിഡ് ദ റൈറ്റ് തിങ്. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി സീസ് ഫയർ നിലനിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്. ഇനി അടുത്തു വരുന്ന ദിവസങ്ങളിലും ലെറ്റ്സ് ഹോപ്പ് പീസ് വിൽ പ്രിവെയിൽ. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പോലും അടുത്ത 15 മിനിറ്റിൽ അല്ലെങ്കിൽ 20 മിനിറ്റിൽ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ ഈ സംഘർഷത്തിന് ശേഷമുള്ള ആദ്യത്തെ ഒരു പബ്ലിക് അപ്പിയറൻസ് ഉണ്ടാവുകയും പ്രസ്താവന നമ്മൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു വൺസ് യു പുട്ട് ഓൾ ഓഫ് ദിസ് ടു റെസ്റ്റ്, പിന്നീടാണ് ഈ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. കാരണം നാളേക്ക് നമുക്ക് നമ്മളുടെ സുരക്ഷയ്ക്ക് ഒരു കോംപ്രമൈസ് വരാൻ പാടില്ല. എന്തുകൊണ്ടാണ് എവിടെയാണ് നമുക്ക് പറ്റിയ പാളിച്ചകൾ, എവിടെയാണ് തിരുത്തലുകൾ വേണ്ടത് എന്നുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിക്കേണ്ടത് തന്നെയാണ് ഇന്ത്യൻ മീഡിയ. അത് ചോദിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. വളരെയധികം നന്ദി അഞ്ജന ശങ്കർ, ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയതിന് വളരെയധികം നന്ദി.